തല മുന്നോട്ട് കുനിക്കുമ്പോൾ തലകറക്കം പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കഴുത്തിന് വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ കഴുത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരു 5 സ്ട്രെച്ചസ് പറഞ്ഞുതരാം. നമ്മളുടെ ഒരു കൈ നമ്മൾ ഇരിക്കുന്നതിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ മറ്റേ കൈ കൊണ്ട് നമ്മുടെ ചെവിയിലേക്ക് പിടിച്ചിട്ട് കഴുത്തിനെ ഒരു സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് 30 സെക്കൻഡ്സ് ഇങ്ങനെ പിടിക്കുക. അത് ചെയ്തതിന് ശേഷം നേരെയാക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡും അത് തന്നെ ചെയ്യുക. അങ്ങനെ 3 തവണ 2 സൈഡിലും കൂടി ചെയ്യുക. ഇനി നമ്മളുടെ ഒരു കൈ കൊണ്ട് നമ്മുടെ ഷോൾഡറിന്റെ ഈ ഭാഗത്തായിട്ട് പിടിക്കുക. അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈ വീണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അടിയിലേക്ക് വെച്ചിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇതിരുന്നിട്ട് നമ്മളുടെ മുഖം ഇവിടുന്ന് 45 ഡിഗ്രിയിലേക്ക്, അതായത് നമ്മളുടെ മുട്ടിന്റെ നേരെ വരുന്ന രീതിയിലേക്ക് മുഖം തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് തലയുടെ ഈ ഭാഗം, ഈ പൊന്തി നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നമ്മുടെ കൈ കൊണ്ടുവന്നിട്ട് കഴുത്തിനെ അതേ രീതിയിൽ താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇത് 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഇതും ഒരു 3 സെറ്റായിട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇപ്പൊ നമ്മളുടെ തല നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിക്കുന്ന പോലെ വിചാരിക്കുക. പക്ഷെ നമ്മളുടെ കൈ കൊണ്ട് ഈ ഭാഗം, നമ്മളുടെ നെറ്റിയുടെ ഈ സൈഡിൽ അമർത്തി പിടിച്ചുകൊണ്ട്, ഒരുപാട് അമർത്തണ്ട, ഒരു പ്രഷർ കൊടുക്കുക, ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് തല ചെരിക്കാൻ പോവുക, പക്ഷെ ഈ കൈ കൊണ്ട് അതിനെ തള്ളിപ്പിടിക്കുക ഈ സൈഡിൽ. അതൊരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡും അത് തന്നെ ചെയ്യുക. ഇനി ഇങ്ങനെ ചെരിക്കുന്നതിന് പകരം നമ്മൾ തല റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ കൈകൊണ്ട് പ്രഷർ ചെയ്യുക, പക്ഷെ റൊട്ടേഷൻ മൂവ്മെന്റ് കൊടുക്കുന്ന പോലെ കൊണ്ടുവരിക. ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 10 സെക്കൻഡ് ചെയ്യാം. അതിനുശേഷം കൈ നമുക്ക് ബാക്കിൽ ജസ്റ്റ് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് എൽബോ ഒക്കെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരാൾ തള്ളാൻ വരുമ്പോൾ നമ്മൾ പിന്നോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്ന പോലെ എൽബോ ഒക്കെ റിലാക്സ് ചെയ്ത് വെച്ചിട്ട് ബാക്കോട്ട് തള്ളി കൊടുക്കുക. ഇങ്ങനെ സ്ക്വീസ് ചെയ്യാം മസിൽസിന്റെ പിന്നോട്ട്. ഇതൊരു 10 സെറ്റ്സ് ചെയ്യാം. ഇത്രയും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും.